ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഷോപ്പൊക്കെ അടച്ച് ഇനി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്ന് ഇച്ചാൻ എൻ്റെ കൂടെ ഇല്ല. ഇച്ചായൻ ഇച്ചിരി നേരത്തെ പോയി. ഇച്ചാൻ ചെറിയൊരു പനിയും പിന്നെ തലവേദനയൊക്കെ ഉണ്ട്. അങ്ങനെ ഇച്ചായൻ നേരത്തെ പോയി. ഇപ്പോഴിവിടെ ഏകദേശം സമയം 10 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്താണ് ഞാൻ ഈ ഒറ്റയ്ക്ക് പോകുന്നത്. ബാക്കി കണ്ട് നമ്മുടെ ഷോപ്പ് അടച്ചു കേട്ടോ. അങ്ങനെ ഞാൻ പോവുകയാണ്. ഇനിയിപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ മെയിൻ റോഡിൽ ഭയങ്കരമായിട്ട് വണ്ടിത്തിരക്കുണ്ട്. അവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഞാൻ റോഡ് ക്രോസ് ചെയ്തിട്ട് ബാക്കി വീഡിയോ എടുക്കും. ഈ റോഡ് എനിക്ക് ക്രോസ് ചെയ്ത് പോകണം കേട്ടോ. എന്തായാലും ഫോൺ എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. റോഡ് ക്രോസ് ചെയ്ത് ഞാൻ പോവുകയാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് പോകണം. അങ്ങ് അപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകുമ്പോഴാണ് നമ്മുടെ വീട്. അവിടുന്ന് വണ്ടിയൊക്കെ വരുന്നുണ്ട്, തുരിതുരാ വണ്ടി വരുന്നു കേട്ടോ. ഇനി അടുത്ത റോഡ് ക്രോസ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ അടുത്ത റോഡും ക്രോസ് ചെയ്തു. അങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഞാൻ ഇനി എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വണ്ടിയൊന്നും അധികം തിരക്കൊന്നും ഉള്ള റോഡല്ല. നമുക്ക് സമാധാനത്തിൽ ഇങ്ങനെ നടന്ന് പോകാൻ പറ്റും കേട്ടോ. അവിടെ ആളുകളൊക്കെ നിൽക്കുന്നു. എല്ലാവരും വരിക ഞാൻ എന്ത് ഈ ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ട് പോകുന്നതെന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എനിക്കൊരു പേടിയില്ലയോ, ഈ പാതിരാത്രി ഇങ്ങനെ പോകാൻ ഒരു പേടിയൊന്നും ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇവിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് രാത്രിയിലായാലും ഇങ്ങനെ ഇറങ്ങി നടക്കാനൊക്കെ പറ്റും. അപ്പോഴേ ഞാനിങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് ബാഗൊക്കെ ഉണ്ട് കേട്ടോ. ബാഗൊക്കെ തൂക്കി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഇതിനപ്പുറത്തൊരു പള്ളിയുണ്ട്. ആ പള്ളി കാണാൻ നല്ല രസമാണ്. ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമാണ് കാണാൻ. പക്ഷേ ഒറ്റയ്ക്കായതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല. ആടെ ശരിക്കും ആയിക്കുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇനി ഇച്ചാൻ്റെ അവസ്ഥ എന്തുവാന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം ഇച്ചാന് ചെറിയൊരു ചൂടുണ്ടായിരുന്നു, പിന്നെ ഒരു വയറിനൊരു പ്രശ്നം, പിന്നെ വൊമിറ്റിങ്. ഇവിടെ ഇപ്പം ഒരുപാട് പേർക്കുണ്ട്, പകർച്ചപ്പനി ഒരുപാട് പേർക്കുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോലി ചെയ്യുന്ന നമ്മുടെ ഷോപ്പിൽ ഇപ്പം ഞാനും ഇച്ചാനും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 8 പേരും വേറെ സ്ഥലത്താണ് ഉള്ളത്. എന്ന് വെച്ചാൽ വേറെ സ്ഥലത്ത് നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്താണ് അവരുള്ളത്. അപ്പോൾ നമ്മളെയാണ് ഈ ഷോപ്പുകളെല്ലാം ഏൽപ്പിച്ചേക്കുന്നത്. 2 ഷോപ്പുണ്ട്, 2ഉം ഞങ്ങളെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേരും ഇവിടെ വയ്യാതായി പോയി കഴിഞ്ഞാൽ പെട്ടുപോകും. നമ്മൾ പിന്നെ ഇവിടെ വന്ന് ഇരിക്കാൻ പിന്നെ ആളുണ്ടാവത്തില്ല. പിന്നെ മുതലാളി വന്നിരിക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും അസുഖം എനിക്കിവിടെ വരാതിരിക്കട്ടെ. പെട്ടെന്ന് തന്നെ ഇച്ചേൻ്റെ അസുഖം കൂടെ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇച്ചിരി നേരത്തെ അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷേ സമയം കിട്ടിയില്ല. എന്നുവെച്ചാൽ തിരക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് തന്നെ ഇറങ്ങിയത്. ഇച്ചാൻ്റെ അവസ്ഥ എന്താണെന്നോ എന്തോ. അങ്ങനെ അടുത്ത റോഡിൻ്റെ ഇവിടെ വന്നു. പിന്നെ ഇവിടെ ഒരു റോഡുണ്ട്, ഇങ്ങോട്ട് റോഡ് കിടപ്പുണ്ട്. നമ്മൾ പക്ഷേ റോഡിൽ കൂടെ അല്ല പോകുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ മണ്ണിൽ കൂടെ അങ്ങ് ഇറങ്ങി അപ്പുറത്തിറങ്ങണം. ഇരുട്ടൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. എന്നുവെച്ചാൽ ഇവിടെ മൊത്തം വീടുകളാണ്, നല്ല ഫാമിലികളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. പേടിക്കൊന്നും വേണ്ട, സുഖമായിട്ട് നടന്നു പോവാം. പക്ഷെ നേരത്തെ ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തായിരുന്നു കുറേ ഗ്രൗണ്ടാണ്. അവിടെ മൊത്തം എപ്പോഴും ബോയ്സും ഒക്കെ ഇങ്ങനെ കളിക്കാനൊക്കെ വരുന്ന സ്ഥലമാണ്. അതിലേക്കൂടെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര പേടിയായിരുന്നു. അവിടെ ഉള്ള സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ ആരോടെങ്കിലും പറയും, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആരോടെങ്കിലും പറയും എന്നെ ഒന്ന് വീട് വരെയും കൊണ്ടാക്കാൻ പറയും. അപ്പോൾ അവരെന്നെ കൊണ്ടാക്കുകയോ ചെയ്യുന്നത് കണ്ടോ. 2 വശത്തും മതിലാണേ. ഇരുട്ടായതുകൊണ്ട് അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവത്തില്ല. അയ്യോ, പിള്ളേരൊക്കെ കളിക്കുന്നു കേട്ടോ. റോഡ് ഇവിടെ ഭയങ്കര പിള്ളേരാണ്. ഞാൻ പറഞ്ഞില്ലേ, രാത്രി സമയത്ത് ഭയങ്കര പിള്ളേരാണ് ഇവിടെ മൊത്തം കളിക്കാനായിട്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാമേ. കണ്ടോ, എൻ്റെ ചുറ്റും പിള്ളേരാണേ. കണ്ടോ, കുറേ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഇനിയുണ്ട് കുറച്ച് പേരൊക്കെ വണ്ടിയിലൊക്കെ ഇരിപ്പുണ്ട്. ടാറ്റാ, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്. ഓക്കെ, ഇനി ഞാൻ അധികം സംസാരിച്ച് ചിലപ്പോൾ എൻ്റെ കൂടെ വരും കേട്ടോ. ഞാൻ പോവുകയാണേ. അവരൊക്കെ അയ്യോ മോനെ വീട്ടിൽ പോയിക്കോ, മക്കള് വീട്ടിൽ പോയിക്കോ. ബൈ ബൈ. ബൈ ബൈ ബൈ. ഓക്കെ, ബൈ ബൈ. ഓക്കെ. അധികം നേരം സംസാരിച്ച് ചിലപ്പോൾ എൻ്റെ കൂടെ വരും. ഞാൻ പിന്നെ അവരുടെ വീട്ടുകാരോടത്തെല്ലാം മറുപടി പറയേണ്ടി വരും കേട്ടോ. ഇവിടെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ രാത്രി ഞാൻ നല്ല സുഖമായിട്ട് പാതിരാത്രി റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു വരിക. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് രാത്രി നടന്നു വരാൻ ഒക്കത്തില്ല അല്ലേ, ഇതുപോലെ നടന്നു വരാൻ ഒക്കത്തില്ല. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവിടെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലോട്ട് പോകേണ്ട വഴിയൊക്കെ എത്തിയിട്ടുണ്ട്. ഇതിലേ അങ്ങോട്ട് പോകണം നമ്മുടെ വീട്ടിലോട്ട് കേട്ടോ. ഞാൻ ഫ്രണ്ട് ക്യാമറ ഇട്ട് കാണിക്കാമേ. ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി.
ദേ ഈ കിടക്കുന്നത് ഒമാൻ ടാക്സിയാണ് കേട്ടോ. ഒമാനിലെ ടാക്സി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് ഒമാനിലെ ടാക്സി. ആരോ ടാക്സി ഓടിക്കുന്ന ആൾ ഇവിടെ എവിടെയോ താമസിക്കുന്നുണ്ട്, ആരാന്നറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നപ്പോഴേ നമ്മുടെ നാട്ടിലെ പോലെ യെല്ലോ കളറ് നമ്പർ പ്ലേറ്റ് വെച്ചത് മൊത്തം ടാക്സിയാണെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെയാണ് മനസ്സിലായത് അതൊന്നും ഇവിടുത്തെ ടാക്സി അല്ലാന്ന്. ഇത് നമ്മുടെ ഒമാനി അമ്മച്ചിയുടെ വീടാണ് കേട്ടോ. അതെ, പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ കാണുന്ന മതിൽ എന്താ ഇവർ ഈ ചെയ്ത് വെച്ചേക്കുന്നത്, ഇത്രയും നല്ലൊരു വീട് വെച്ചിട്ട് ഈ സൈഡിൽ എന്തിനാ ഈ പന്ന മതിൽ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ? അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഇവിടെ കണ്ടോ 2 മതിലുണ്ട് കേട്ടോ, 2 മതിലുണ്ട്. ഒന്ന് പഴയ ആരോ വെച്ച മതിലാണ് കേട്ടോ, അതിൻ്റെ ബാക്കിയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇതാണ് ശരിക്കും ആ വീടിൻ്റെ മതിൽ കേട്ടോ. ഇനി ഇടയ്ക്കൂടെ കണ്ട ഒരു ഗ്യാപ്പ് വരുന്നത്. നമ്മുടെ നാട്ടിലെങ്ങാനും വേണമെങ്കിൽ ഒരു മതിൽ വെച്ച് കഴിഞ്ഞാൽ അതിനോട് ചേർത്ത് തന്നെ അടുത്ത മതിലും വെക്കുമല്ലേ. ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. അപ്പോഴേ ഇതേ നമ്മുടെ വീട്ടിലെ ലൈറ്റ് ആ കാണുന്നത് ട്യൂബ് ലൈറ്റ് കേട്ടോ. ഇവിടെ ഉള്ളൊരു പാകിസ്ഥാനി ഫാമിലി ഉണ്ടായിരുന്നു, അവർ നാട്ടിൽ പോയേക്കാണ്, അവർ വന്നിട്ടില്ല തിരിച്ച്. പിന്നെ അപ്പുറത്ത് കാണുന്നുണ്ടോ ഒരു വീട് കണ്ടോ, അവിടെ ഒരു പാകിസ്ഥാനി ഫാമിലി ആയിരുന്നു. അവരിപ്പോൾ അപ്പുറത്തോട്ട് വീട് മാറി. ഇപ്പോൾ അവിടെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ നടക്കുക. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇനിയിപ്പോൾ ഉടനെ തന്നെ ഒരു ഒമാനി ഫാമിലി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പണികളൊക്കെ നടക്കുകയാണ്. ഇന്നലത്തെ ഷോർട്സ് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, ഇച്ചാനൊരു താവൂക്കൽ എടുക്കുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളത് ഇവിടെ വെച്ചാൽ ചെയ്തത്. ഇവിടെ കുറേ താവൂക്കൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ രാത്രി അത്രയും താവൂക്കൽ ഒരുമിച്ച് കിടക്കുന്ന കണ്ടിട്ടാണ് ഞാനാണെങ്കിൽ ഉറങ്ങാൻ പോയത്. രാവിലെ നോക്കിയപ്പോൾ താവൂക്കല്ലൊന്നും കാണുന്നില്ല. എല്ലാവരും പറക്കേണ്ട അത് മതിൽ ഇവിടെ എല്ലാം കെട്ടിപ്പൊക്കി റെഡിയാക്കി വെച്ചേക്കുന്നത് കേട്ടോ. പെട്ടെന്ന് ഇവിടുത്തെ പണികൾ നടക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വീട്. അയ്യോ, ഗേറ്റ് പൂട്ടിയേക്കുവാണോ? ആ, ചെറിയ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ആ, ഗേറ്റ് ചാരിയിട്ടേ ഉള്ളൂ കേട്ടോ. കഥയൊക്കെ തുറന്ന് കിടക്കുവാണോ? കഴിച്ചാ ഇതെന്തൊരു ചോറും പാത്രമൊക്കെ ഇതുപോലെ ഇരിപ്പുണ്ടല്ലോ. ചോറൊന്നും കഴിച്ചില്ലേ? അയ്യോ, ഇതെന്താ ചേച്ചാ? നോക്കട്ടെ. അയ്യോ, ആശുപത്രി പോണോ? ഞാൻ വീഡിയോ എടുത്തോണ്ട് വരുമായിരുന്നു. ഞാൻ വീട്ടിലെത്തി. ആകെ സീനാണ്. വൈസാന് ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. മരുന്നൊക്കെ കൊടുത്തു. മരുന്ന് കഴിച്ചില്ലായിരുന്നോ? ഇല്ല, ഞാൻ കഴിച്ചു. ആകെ സീനാണ് ഗൈസ്. ആശുപത്രി പോണോ? വേണ്ട, ഇത് മാറും, കുഴപ്പമില്ല, മാറും, അത് മാറും. മാറും. എന്താ പറയാനാന്ന് പറയാ, ഇപ്പൊ എല്ലായിടത്തും ഇത് തന്നെ, എല്ലാവർക്കും പനിയും കാര്യങ്ങളും തന്നെ. ഇവിടെ ഈ ജോയിന്റ് പെയിൻ ഉണ്ട്, ഭയങ്കര ജോയിന്റ് പെയിനും തലവേദനയും. എനിക്ക് വിഷമായി പോയി ഗൈസ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ നമ്മുടെ അവിടുത്തെ കൊറേ പിള്ളേരില്ലേ, ആ പിള്ളേരിലെ എന്റെ പുറകെ ഓടി വന്നു ചോദിച്ചാ. ഞാൻ ഓടിച്ചു വിട്ടു, എനിക്ക് പേടിയായി. ഇനി എന്റെ കൂടെ ഇങ്ങനെ ഭയങ്കര രസമാ പിള്ളേര്. ചേന് വയ്യ കേട്ടോ. ഞാൻ കട്ടൻ ചായ ഇടാം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ. നേരത്തെ ഇനി വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടായിരുന്നു, എന്തോ ചെയ്യാനാന്ന് പറ. ചേന് ചെറിയ ചൂടൊക്കെ ഉണ്ട്. ഞാൻ ഇച്ചിരി മരുന്നോ എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ. ഞാനൊരു ചുക്ക് കാപ്പി ഇടാൻ പറ്റുമെങ്കിൽ ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് എന്തൊക്കെയൊക്കെയോ പറയണമെന്നും പറഞ്ഞുകൊണ്ട് വന്നേ, പക്ഷെ ഇവിടെ വന്നപ്പം ആകെ ഇതായിപ്പോയി. വൈച്ച ഇച്ചിരി എണീക്കുമോ? ഇച്ചിരി എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്ക്. കട്ടൻ കുടിച്ചാൽ എന്തോ അവനാ ഒരു ബ്രെഡ് എങ്ങനെന്ന് വാങ്ങിച്ചോണ്ട് വരട്ടെ പോയി കടയിൽ പോയിട്ട്. അയ്യോ, ചോറൊക്കെ ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാതിരുന്നു. പിന്നെ കസ്റ്റമർ എപ്പോഴും വരികയൊക്കെ ചെയ്യുന്നില്ല, അവരുമായിട്ട് നമ്മൾ സംസാരിക്കുക ഇടപഴകുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ വന്നതായിരിക്കും. എനിക്കൊന്നും വരാതിരിക്കട്ടെ. ഞാൻ എന്താണെന്ന് വെച്ചാൽ 2 പേർ കൂടെ വന്നു കഴിഞ്ഞാൽ ആകെ സീനാവും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 പേർ കൂടെ ഒരുമിച്ച് ലീവ് എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആകെ പ്രശ്നമാവും. എന്തായാലും പെട്ടെന്ന് തന്നെ എൻ്റെ അസുഖം മാറട്ടെ. അപ്പോൾ ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.